ഞങ്ങളുടെ പാട്രിയറ്റിൻ്റെ പകുതിയേ ആയിട്ടുള്ളൂ, പകുതി വരാൻ പോകുന്നതേയുള്ളൂ. ഒരു നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഇപ്പൊ കേക്ക് ഇത് ഇപ്പൊ അപ്പൊ ഇത് ഈ നിങ്ങൾ കേക്ക് ശോഭ സുരേന്ദ്രൻ അങ്ങനെ സമ്പൂർണ്ണ തോൽവിക്ക് ശേഷം അങ്ങനെ ശോഭേച്ചി അങ്ങനെ കരഞ്ഞ് മെഴുകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ വോട്ടെണ്ണിയതിന് ശേഷം അങ്ങനെ ശോഭേച്ചി പോയി പാട്രിയറ്റ് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു വിഷമം, സങ്കടം, മനസ്സിലുള്ള ആ ഒരു ദുഃഖം ആ ഒരു സിനിമ കണ്ടങ്ങ് തീർത്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടി അത് ഭയങ്കര രസകരമായിട്ടുള്ള മറുപടിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിനുമുമ്പ് ശോഭേച്ചിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ശോഭേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പോൾ നമുക്കറിയാം സമ്പൂർണ്ണ തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ തോൽവി 10 വട്ടവും നിന്ന് മത്സരിച്ച് ശോഭേച്ചി എനിക്ക് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരു ഭാവി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ശോഭേച്ചി അങ്ങനെ വീണ്ടും 10ാമത്തെ വട്ടവും ലോക പരാജയത്തോടുകൂടി തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ശോഭേച്ചി ഒന്ന് മനസ്സിലാക്കുക, എനിക്ക് പറ്റിയ പരിപാടിയല്ല രാഷ്ട്രീയമെന്ന്. കാരണം അത് ജനങ്ങൾ വീണ്ടും വീണ്ടും ശോഭേച്ചിയെ കൊണ്ടിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശോഭേച്ചിക്ക് പറ്റിയ പരിപാടിയല്ല രാഷ്ട്രീയമെന്ന്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് പൈസ കൊടുത്ത് ജനാധിപത്യം വിലയ്ക്ക് വാങ്ങാൻ നോക്കിയ ശോഭേച്ചിയെ നമ്മൾ മറന്നു പോകല്. ഇപ്പം എല്ലാം ശോഭേച്ചിക്കെല്ലാം ഇപ്പം നിഴലാണ്. ഇപ്പം ഇവിടെയും വന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റെങ്കിലും പാലക്കാട്ടുകാർക്ക് എല്ലാ കാര്യത്തിനും എന്തിനും ഏത് സമയത്തും പാലക്കാട്ടുകാരുടെ ഒരു നിഴലായിട്ട് ഞാൻ കൂടെ ഉണ്ടാവുമെന്നാണ് ശോഭേച്ചി പറയുന്നത്. അന്ന് പൈസ മുക്കിയ സമയത്തും ശോഭേച്ചി ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, പാലക്കാട്ടിലെ ഒരു നിഴലായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ ശോഭേച്ചിക്ക് അന്ന് കാറിലൊരു സ്ത്രീ ഇരിക്കുന്നതും ശോഭേച്ചിക്ക് ഒരു നിഴലായിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞതൊന്നും നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ശോഭേച്ചി വരുന്നത് കരഞ്ഞു മെഴുകി മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ അതൊന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം. ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ കേരളത്തിൽ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു മീഡിയ, അത് കേൾക്കുന്ന മീഡിയയ്ക്ക് മനസ്സിലാവും, ഒരു മീഡിയ എൻ്റെ മുഖമൊന്ന് മീഡിയയിൽ കാണിക്കണ്ടേ എന്ന് ചോദിച്ച് ആ മീഡിയയുടെ പ്രവർത്തനം, അന്ന് ആ മീഡിയയെ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു അംബാസിഡർ കാറ് വിളിച്ച്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു അംബാസിഡർ കാറ് വിളിച്ച് ശോഭ സുരേന്ദ്രൻ കോഴിക്കോട് വന്നാൽ ഞാൻ ശോഭ സുരേന്ദ്രനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് 2004 മുടിചൂടാമന്നനായിട്ടുള്ള കരുണാകരൻ്റെ മകൻ ശ്രീമാൻ മുരളീധരനുമായി ബൈ ഇലക്ഷനിൽ ഏറ്റുമുട്ടി 5000 വോട്ട് 11,000 വോട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു മാധ്യമപ്രവർത്തകൻ്റെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, വന്നാൽ ഈ മുഖം 10 മിനിറ്റ് സമയം കേരളത്തിലെ ജനങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ, ഞാൻ ജോലി ചെയ്യുന്ന ചാനലിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എൻ്റെ ഈ വാക്കുകൾ കേട്ട് കേരളത്തിൽ ഇരിക്കുന്നുണ്ടാകും. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ രാത്രിയിലെ ചർച്ചകളിൽ സാമ്പാർ വെച്ചില്ലെങ്കിലും കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് 3 മണിക്ക് വിളിച്ചാലും കുറേ കാലം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ആ ചാനൽ മുറികൾക്കകത്തിരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തോടൊപ്പം ഞങ്ങൾ പറയുന്ന വാക്കുകളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച നിങ്ങളെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തിനും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞങ്ങളുടെ പാട്രിയറ്റിൻ്റെ പകുതിയേ ആയിട്ടുള്ളൂ, പകുതി വരാൻ പോകുന്നതേയുള്ളൂ. ഒരു നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു. അല്ല, അങ്ങനെയില്ലല്ലോ. കാരണം 37,000 വോട്ട് 49,912 വോട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രതീക്ഷയാണുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട്? അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൂടുതൽ, അതായത് ശോഭ സുരേന്ദ്രൻ പാലക്കാട് വന്ന് കൈനീട്ടി പാലക്കാട്ടുകാരോട് വോട്ട് ചോദിക്കുകയാണ്. പക്ഷെ 15 വർഷക്കാലം ഇവിടെ UDFൻ്റെ MLAമാർ കയ്യിലിട്ട് അമ്മാനമാടിയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട് നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ശോഭയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. MLA ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി പാലക്കാടിലെ
എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ഞാൻ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങളുടെ 3 MLA-മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, പാലക്കാടിന് വേണ്ടി ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കും. പുറത്ത് പാലക്കാടിന് കാവലായിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉണ്ടാകും. അല്ല, ഞാൻ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നിയമസഭയിൽ അകത്തുകൂടി ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ തൊട്ടു താഴെയുള്ള ഒരു ചുമതലയിലാണ് എന്നുള്ളത് കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മളുടെ പഴയ ജോലികളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിവാദങ്ങളൊക്കെ തിരിച്ചടി ചെയ്യുന്നത് തോന്നുന്നു. അല്ല, എന്നെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കണം എന്നുള്ള ഒരു താല്പര്യവുമില്ല. എൻ്റെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ എപ്പോഴും മാധ്യമ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ എന്നെക്കുറിച്ച് സംസാരിച്ചു, തെരഞ്ഞെടുപ്പിന് ശേഷവും എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ശോഭയ്ക്കിനി എന്താ കിട്ടാനുള്ളത്? അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും റാങ്ക് കിട്ടിയ കുട്ടിയാണ് ഞാനെന്ന് അഖിലേന്ത്യാ ലീഡർഷിപ്പിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. അല്ല, അതൊക്കെ നിങ്ങൾ സഹായിച്ചതല്ലേ, ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു തന്നതാണല്ലോ. അപ്പോൾ അതിനെല്ലാം തന്നെ ഡബിൾ താങ്ക്സ്. എന്താ അല്ലേ, ശോഭയ്ക്ക് എല്ലാം അങ്ങ് നിഴലാണ്. അന്ന് ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് പൈസ കൊടുത്ത് വോട്ട് പിടിക്കാനൊക്കെയുള്ള പരിപാടിയൊക്കെ ശോഭയ്ക്ക് നടത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ശോഭയ്ക്ക് പറഞ്ഞു മെഴുകി, അവിടെ നിന്ന് മെഴുകിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഒരു കാറിലിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതൊരു നിഴലാണെന്ന് പറഞ്ഞ് തടിയപ്പി ശോഭയ്ക്ക് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ശോഭയ്ക്ക് നിഴലാണ്. ഇനിയിപ്പം പാലക്കാട്ടുകാർക്ക് ഈ ഇങ്ങനൊരു നിഴൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് വേണ്ട. പാലക്കാട്ടുകാർ നല്ല അന്തസ്സോടു കൂടി ഒരു MLA അവിടെ സെലക്ട് ചെയ്തു. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഏകദേശം 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പം നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിപ്പിച്ച ഒരു MLA ഉണ്ട്. ആ വ്യക്തി പാലക്കാട്ടുകാരുടെ നിഴലായിട്ട് പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു കൊടുത്തോളും രമേശ് പിഷാരടി. അപ്പം ഇത് ശോഭേച്ചി ഈ ഇലക്ഷന് മുമ്പ് ശോഭേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിലുള്ള ഒരു BJP പ്രവർത്തകയെ വിളിച്ചിട്ട് തെറി വിളിക്കുന്നതും അസഭ്യം പറയുന്നതും അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്തായാലും അന്നും നിഴലാന്ന് പറഞ്ഞ ശോഭേച്ചിയുടെ ആ ഒരു വീഡിയോ കൂടെ ഞാൻ അവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പൈസ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം നടന്നല്ലോ. ആ ഒരു മകൻ്റെ പ്രായമുള്ള ചെറുക്കനെ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞൊരു രംഗമുണ്ടല്ലോ. അതിനൊക്കെ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശോഭേച്ചി ഉത്തരം പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് മെഴുകിയാണ് ഉത്തരം പറയുന്നത്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇത് ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ. എന്റെ വെള്ള ചുരിദാറിട്ട സ്ത്രീ, ബാക്ക് സീറ്റിൽ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ഞാൻ ചോദിക്കാം. അല്ലല്ല, ഞാൻ പറയാം. മറുപടി കേൾക്കാനുള്ള സമയം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ പറഞ്ഞു അയച്ചത്? മീഡിയ വൺ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാലും ശോഭേച്ചിക്ക് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ നല്ല ഒരു മറുപടി എന്നാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുക്കാൻ പറഞ്ഞത്? മാസം മറുപടി തന്നെ ആയിപ്പോയി. കാരണം ആ സമയത്ത് മീഡിയ വണ്ണ് മാത്രമല്ല എല്ലാ ചാനലുകാരും ഈ ഒരു സംഭവം എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ശോഭേച്ചി മീഡിയ വണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ കാറിലിരിക്കുന്ന സ്ത്രീ അതൊരു നിഴലാണെന്ന് പറയുന്നത് അരിയാരം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാതെ കണ്ടാൽ മനസ്സിലാവും. പുറകിൽ സ്ത്രീ ഇരിക്കുന്നതും പണം കൊടുത്ത സ്ത്രീയാണ് ആ കാറിൽ പോയി കയറുന്നതും ആ കയറിയിട്ടുള്ളതെന്നല്ല ആ വീഡിയോയിലൂടെ വ്യക്തമാണ്. അപ്പോൾ ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് പോലും ശോഭേച്ചിക്ക് ഇങ്ങനെ മെഴുകാൻ എങ്ങനെ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ശേഷം ഈ പറഞ്ഞിട്ടുള്ള ആലപ്പുഴയിൽ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള BJP പ്രവർത്തകയായിട്ടുള്ള
ഒരു സ്ത്രീയെ വിളിച്ചിട്ട് മോശമായിട്ടുള്ള അസഭ്യം പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ആ സ്ത്രീയെ ഒതുക്കിയത് ഇവരാണ്, ശോഭയാച്ചിയാണെന്നൊക്കെയാണ് ആ സ്ത്രീയും പറയുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കേ. ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭേ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം കേക്ക് ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷേ പറഞ്ഞോട്ടെ അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എൻ്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇപ്പൊ കേക്ക് ഇത് ഇപ്പൊ അപ്പൊ ഇത് നിങ്ങൾ കേക്ക് അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് ഇതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാം നിഴലായിട്ടുള്ളൊരു ശോഭേച്ചിക്ക് പാലക്കാട്ടിൽ ഇനി ഈ ഒരു തോൽവിയും നിഴലായിട്ട് തന്നെ ശോഭേച്ചി ഏറ്റെടുത്ത് പാലക്കാട്ടുകാരുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും കൊള്ളാം. ഇനിയെങ്കിലും ശോഭേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, തനിക്ക് പറ്റിയ പരിപാടിയല്ല രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയിട്ട് വേറെ വല്ല ജോലിക്കെങ്ങാനും പോവുക, അല്ലെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വീട്ടുകാര്യങ്ങൾ നോക്കി പോവുക. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 10 വട്ടം നിന്ന ശോഭേച്ചി ഒരു വട്ടം പോലും ജയിച്ചിട്ടില്ലെങ്കിൽ അതിന് പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയും ജയിക്കാൻ പോകുന്നില്ല, ഇനി അടുത്ത വട്ടം നിന്നാലും ജയിക്കാൻ പോകുന്നില്ല, ജയിപ്പിക്കത്തുമില്ല. കാരണം ജനങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ വേണ്ടെന്ന് ജനങ്ങൾ പ്രതിജ്ഞ എടുത്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണല്ലോ ഒരു വട്ടം പോലും അല്ലെങ്കിൽ ഇനി വല്ല കാക്കങ്ങണം മറന്നു പറക്കണം, അല്ലെങ്കിൽ അടുത്ത വട്ടം ഒന്ന് കരഞ്ഞൊന്ന് കാലി പിടിക്കണം, ഒരു വട്ടമെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി എന്നല്ലോ ഒന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഒന്ന് യാചിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു യാചനയുടെ ഭാഗമായിട്ട് ചിലപ്പം ജനങ്ങളുടെ മനസ്സൊന്ന് അലിഞ്ഞിട്ട് ഒരു മനുഷ്യത്വം കാണിച്ചിട്ടെങ്കിലും ചിലപ്പം ജയിപ്പിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ശോഭേച്ചിയെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ